പത്തരമാറ്റ് സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന വളരെ സുപ്രധാനമായ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനു മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെടുന്ന പക്ഷം ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. അനന്തപുരിയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ സ്വർണം ഒടുവിൽ ജാനകി മടക്കി ചോദിച്ചപ്പോൾ അനാമിക വല്ലാതെ ഭയപ്പെടുകയും അവസാനം തന്റെ അച്ഛന്റെ കുരുട്ടുബുദ്ധിയാൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. മോഷ്ടിച്ച സ്വർണത്തിനു പകരം ഒറ്റ ദിവസം കൊണ്ട് മുക്കുപണ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അത് അനാമിക ദേവയാനിയെ ഏൽപ്പിക്കുകയും അങ്ങനെ തൽക്കാലത്തേക്ക് ആ പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ സ്വർണം അനാമിക ദേവയാനിയുടെ കയ്യിലേക്ക് മടക്കി കൊടുത്തതിനു ശേഷം അച്ഛന്റെ നിർദ്ദേശപ്രകാരം താൻ സത്യസന്ധയും നല്ല പിള്ളയുമൊക്കെയാണ് എന്ന് ദേവയാനിയുടെ മുമ്പിൽ തെളിയിക്കുവാൻ വേണ്ടി പറയുകയാണ്. വലിയമ്മേ, തൽക്കാലം ഈ സ്വർണങ്ങളൊക്കെ വലിയമ്മ തന്നെ സൂക്ഷിച്ചോളൂ. എനിക്ക് ആഭരണങ്ങളോട് അങ്ങനെ ഒട്ടും തന്നെ ഭ്രമമില്ല. മാത്രവുമല്ല, ഈ വീട്ടിൽ സ്വർണത്തിലൊക്കെ കണ്ണുവെച്ച് നടക്കുന്ന പല ആൾക്കാരുമുണ്ട്. അവർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വലിയമ്മ ഇത് കൊടുത്തേക്ക്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും തീരെ താല്പര്യമില്ല. ഇത് കേട്ടിട്ട് ശരി മോളെ എന്ന് പറഞ്ഞ് ദേവയാനി ആ സ്വർണം തിരികെ വാങ്ങുമ്പോൾ ജാനകി ഇത് കണ്ടുകൊണ്ടുവന്ന് പറയുകയാണ്, കണ്ടില്ലേ ഏടത്തി, അനാമിക മോൾ എത്ര സത്യസന്ധമായിട്ടാണ് ഏടത്തിയോട് സംസാരിക്കുന്നത്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാർ ഇവിടെയുണ്ട്. അവരിപ്പോഴും അവസരം കിട്ടിയാൽ എൻ്റെ മരുമകളെ കുറ്റക്കാരിയാക്കുവാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടത്തി കൊടുത്ത സ്വർണങ്ങളൊക്കെ മോള് കൃത്യമായി തിരികെ ഏൽപ്പിക്കുക മാത്രമല്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കൊടുത്തുകൊള്ളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ കൂടിയൊക്കെ എല്ലാവരും മനസ്സിലാക്കണം എൻ്റെ മോളുടെ ഹൃദയവിശാലതയും ആഭരണങ്ങളോടുള്ള അവളുടെ ഭ്രമവുമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. അനാമിക മോൾ പണത്തിൻ്റെയും സ്വത്തിൻ്റെയും ഒക്കെ മുകളിൽ കിടന്ന് വളർന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഒരാർത്തിയും അവൾക്കില്ല. മാത്രവുമല്ല, ഇതിലൊന്നും വലിയ കാര്യങ്ങളില്ല എന്നും മോൾക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ദേവയാനിയുടെ മുൻപിൽ അനാമികയെ വലിയ ആളാക്കി ചിത്രീകരിക്കുമ്പോഴും ജലജയുടെ മനസ്സിൽ സംശയങ്ങൾ അവശേഷിക്കുകയാണ്. ജലജ ചിന്തിക്കുകയാണ്, എന്നാലും ഇതിലെന്തോ കള്ളത്തരമുണ്ടല്ലോ. ഇവൾ പറയുന്നു ഇവൾക്ക് ആഭരണങ്ങളോട് അങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല എന്ന്. അങ്ങനെ ഭ്രമമൊന്നുമില്ലാത്ത ആൾ പിന്നെന്തിനാണ് ഈ ആഭരണമെല്ലാം പോളിഷ് ചെയ്യുവാൻ കൊണ്ടുപോയത്? അങ്ങനെ പോളിഷ് ചെയ്യുന്ന സാധനങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്? അല്ലാതെ ആരും സ്വർണമെടുത്ത് പോളിഷ് ചെയ്തിട്ട് ലോക്കറിലൊന്നും കൊണ്ടുവെക്കാറില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് ഒറിജിനൽ സാധനമാണോ അതോ ഒറിജിനൽ അടിച്ചു മാറ്റിയിട്ട് പകരം അതേ മോഡലിലുള്ള ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് ഇറങ്ങിയതാണോ? ഏടത്തിയുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് ഇവൾ കബളിപ്പിച്ചതാണോ? അമ്മയുടെയും മകളുടെയും അടക്കം പറച്ചിലുകളും പല നീക്കങ്ങളും കാണുമ്പോൾ അങ്ങനെയൊക്കെ സംശയിക്കാതിരിക്കുവാനും കഴിയില്ല. എന്തായാലും സ്വർണം ദേവയാനിയുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെ വേണ്ട മോളെ, ഞാനൊന്ന് കാണാൻ വേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ, മോൾ തന്നെ സൂക്ഷിച്ചോളൂ എന്ന് ദേവയാനി പറയും എന്നുള്ള ഒരു ഉറപ്പിലായിരുന്നു അനാമിക അങ്ങനെയൊക്കെ കയറി പറഞ്ഞത്. പക്ഷേ ആഭരണങ്ങൾ തിരികെ വാങ്ങിയിട്ട് ദേവയാനി പറയുകയാണ്, ശരി മോളെ, മോൾക്ക് ആഭരണങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിൽ അത് വലിയമ്മ തന്നെ സൂക്ഷിച്ചു കൊള്ളാം. ഇത് പറഞ്ഞുകൊണ്ട് ദേവയാനി അതൊക്കെ തിരികെ എടുക്കുകയാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക വീണ്ടും ഒന്ന് ഞെട്ടി. ഇനി അടുത്തെന്താണ് സംഭവിക്കാൻ പോവുക? ഇവരിത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുമോ അതോ ഉപയോഗിക്കുമോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കുമോ? അനാമികയുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. തുടർന്ന് ഓരോരുത്തരും പിരിഞ്ഞു പോയതിനു ശേഷം വേഗത്തിൽ ദേവയാനി അടുക്കളയിലേക്ക് ചെന്നിട്ട് ആരും കാണാതെ നയനയെ വിളിച്ച് തൻ്റെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. വേഗത്തിൽ കഥ കടച്ചിട്ട് ദേവയാനി അങ്ങനെ ചിരിച്ചുകൊണ്ട് നയനയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. തൻ്റെ അമ്മായിയമ്മ എന്തു ചെയ്യുവാൻ പോകുന്നു എന്നറിയാതെ നയനെ അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമ്പോൾ നയനയെ പിടിച്ച് ദേവയാനി തനിക്കൊപ്പം കട്ടിലേക്ക് ഇരുത്തി. എന്നിട്ട് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ബോക്സ് തുറന്ന് അത് മുഴുവനും കൂടി എടുത്ത് നയനയെ കാണിച്ചിട്ട് നയനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ദേവയാനി നയനയോട് പറയുകയാണ്, മോളെ, ഈ സ്വർണങ്ങളെല്ലാം എൻ്റെ മരുമകൾക്ക് കൊടുക്കുവാൻ വേണ്ടി ദീർഘകാലങ്ങളായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് എനിക്ക് പറ്റിയ ഒരു വലിയ തെറ്റായിരുന്നു ഇതെല്ലാം ഞാൻ എടുത്ത് അനാമികയ്ക്ക് നൽകിയത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ അവകാശി എൻ്റെ നയനമോൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ നയത്തിൽ അനാമികയുടെ കയ്യിൽ നിന്ന് അതെല്ലാം മടക്കി വാങ്ങി. ഇത് പാരമ്പര്യമായി കൈമാറി വന്നിരുന്ന സ്വർണങ്ങളാണ്. എൻ്റെ മുത്തശ്ശിയാണ് എനിക്കിത് സമ്മാനിച്ചത്. ഇനിയിപ്പോൾ ഇതണിയേണ്ടത് എൻ്റെ മോളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ നയനമോളെ വിളിച്ചുകൊണ്ട് ഈ മുറിക്കകത്തേക്ക് കയറി വന്നത്. മോൾ ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞു നിൽക്കുന്നത് അമ്മയ്ക്കൊന്ന് കാണണം. ദേവയാനിയുടെ ഈ സംസാരമെല്ലാം കേൾക്കുമ്പോൾ നയനയ്ക്ക് വല്ലാതെ ചിരി പൊട്ടുന്നുണ്ട്. എങ്കിലും തൻ്റെ അമ്മായിയമ്മ പറയുന്നത് അനുസരിക്കാം എന്ന ഭാവത്തിൽ നയനെ ഓരോരോ ആഭരണങ്ങളായി തൻ്റെ ശരീരത്തിലേക്ക് എടുത്ത് അണിയുവാൻ തുടങ്ങി. ആഭരണ വിഭൂഷിതയായി നിൽക്കുന്ന നയനയെ കണ്ടിട്ട് ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് പറയുകയാണ്, എത്ര സുന്ദരി കുട്ടിയായിട്ടാണ് മോളിപ്പോൾ മാറിയിരിക്കുന്നത്. എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. ഇനി ഈ ആഭരണങ്ങളെല്ലാം മോള് സൂക്ഷിച്ചു വെച്ചേക്ക്. ഇതെല്ലാം ഇനി മോളുടേതാണ്. മോൾ ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് അമ്മയ്ക്ക് കാണണം. ഇത്രയും നാളും അർഹതയില്ലാത്ത കൈകളിലായിരുന്നു ഈ ആഭരണങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് യഥാർത്ഥ അവകാശിയുടെ കയ്യിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്.
പക്ഷേ മോളെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നെക്ലസ് ആയിരുന്നു. അതാണ് നഷ്ടപ്പെട്ടു പോയത്. ആ, അതാരാണ് അപഹരിച്ചതെന്ന് നമുക്ക് വഴിയെ കണ്ടെത്താം. ഇതൊക്കെ കേട്ടിട്ട് നയന ദേവയാനിയോട് പറയുകയാണ്, അമ്മേ ഇതൊന്നും എൻ്റെ കയ്യിൽ വെക്കണ്ട, അമ്മ തന്നെ സൂക്ഷിച്ചോളൂ, അതാണ് നല്ലത്. മോളെ, മോൾ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. മാത്രവുമല്ല, മോളുടെ കരൾ എനിക്ക് നൽകിയതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഞാനിതൊക്കെ മോൾക്ക് നൽകിയതെന്നും ഒരിക്കലും ചിന്തിക്കരുത്. വാസ്തവമായും ഇതിൻ്റെ യഥാർത്ഥ അവകാശി മോള് തന്നെയാണ്. പക്ഷേ മോളുടെ ഹൃദയം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ അമ്മയ്ക്ക് ഏറെ നാളുകൾ എടുക്കേണ്ടി വന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മോളെ മനസ്സിലാക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം ഞാൻ അത്രമാത്രം ഇരുട്ടിലായിരുന്നല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഞാനിപ്പോൾ നൽകിയ സമ്മാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം, ഒരിക്കലും അത് നിരസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ കയ്യിലേക്ക് ആഭരണങ്ങളെല്ലാം വീണ്ടും പിടിച്ചേൽപ്പിക്കുകയാണ്. പക്ഷേ ഈ ആഭരണങ്ങൾ കൊടുക്കുന്ന ദേവയാനിയോ ഇത് ഏറ്റുവാങ്ങുന്ന നയനയോ തിരിച്ചറിയുന്നില്ല ഈ വാങ്ങുന്നതും കൊടുക്കുന്നതുമൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളാണ്, മുക്കുപണ്ടങ്ങളാണ് എന്ന്. ഈ സ്വർണം വാങ്ങുന്നതോടുകൂടി നയന അടുത്ത കുരുക്കിൽ അകപ്പെടുമോ എന്നുള്ളത് അറിയില്ല. അത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ യഥാർത്ഥ സ്വർണം വാങ്ങിയിട്ട് പകരം മുക്കുപണ്ടങ്ങൾ അവിടേക്ക് കൊണ്ടുവന്നു എന്നൊരു ചീത്തപ്പേര് കൂടി നയനയുടെ മേൽ ഇനി ചാർത്തി കിട്ടുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു. അതൊക്കെ അറിയുവാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. തുടർന്ന് കാണിക്കുന്നത് ജാനകിയും അനാമികയും തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. ജാനകി അനാമികയുടെ മുറിയിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, മോൾ എന്ത് പണിയാണ് കാണിച്ചത്? അത്രയും സ്വർണ്ണാഭരണങ്ങൾ എന്തിനാണ് മോൾ ഏട്ടത്തി ചോദിച്ചപ്പോൾ തന്നെ മടക്കി കൊടുത്തത്? എന്തിനാണ് ഏട്ടത്തിയുടെ കയ്യിൽ തന്നെ വെച്ചോ എന്ന് മോൾ പറഞ്ഞത്? അതൊക്കെ മനസ്സോടുകൂടി ഏട്ടത്തി മോൾക്ക് തന്നതല്ലേ? അതൊരിക്കലും വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലമ്മേ, ആ സ്വർണം ഇനി എൻ്റെ കയ്യിലിരിക്കണ്ട. വലിയമ്മ ഇപ്പോൾ വന്ന് എന്നോട് ആ സ്വർണങ്ങളൊക്കെ കാണണമെന്ന് പറഞ്ഞ് മടക്കി ചോദിച്ചതിൻ്റെ കാര്യം തന്നെ എന്തോ പന്തികേടുള്ളത് കൊണ്ടാണ്. എന്നുവെച്ചാൽ എന്നിൽ വലിയമ്മയ്ക്ക് അത്ര വിശ്വാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കലും ദാനമായി തന്നൊരു വസ്തു അങ്ങനെ ആരും ചോദിക്കാൻ വരില്ലല്ലോ. ഇനിയിപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിലുണ്ടോ, അതൊക്കെ ഞാൻ ഇവിടുന്ന് അപഹരിച്ചു കൊണ്ട് പോയി ഏതെങ്കിലും കാപട്യങ്ങൾ കാണിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം കൊണ്ടാവാം വലിയമ്മ അത് വന്ന് തിരികെ ചോദിച്ചത്. അതുകൊണ്ട് ഇനിയും അത് എൻ്റെ കയ്യിലിരുന്നാൽ ശരിയാവില്ല, അത് വലിയമ്മ തന്നെ സൂക്ഷിച്ചോട്ടെ. അപ്പോൾ ജാനകി പറയുകയാണ്, ഏയ് മോൾ അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ. ഏട്ടത്തി എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഏട്ടത്തി മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ ഏട്ടത്തിയുടെ മനസ്സിൽ സംശയമായി വന്നാൽ അത് അപ്പോൾ തന്നെ ആരായാലും വെട്ടിത്തുറന്ന് മുഖത്ത് നോക്കി ചോദിക്കും. അത് മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും സ്വന്തം ഭർത്താവാണെങ്കിലും. അതുകൊണ്ട് മോൾ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള അവിശ്വാസത്താലാണ് മോളോട് ഏട്ടത്തി അത് മടക്കി ചോദിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അമ്മ പറയുന്നതൊക്കെ ഒരുപക്ഷെ ശരിയായിരിക്കാം. പക്ഷേ ഞാൻ ചില ദിവസങ്ങളായി വലിയമ്മയെ വീക്ഷിക്കുന്നുണ്ട്. വലിയമ്മയുടെ രീതികളിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അമ്മേ. എൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് തെറ്റാനുള്ള സാധ്യത കുറവാണ്. ഇത് കേട്ടുകൊണ്ട് ജലജ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജലജ ജാനകിയോട് പറയുകയാണ്, ജാനകി, മോൾക്കല്ല തെറ്റുപറ്റിയത്, നിനക്കാണ്. അനാമിക മോൾ പറഞ്ഞ കാര്യങ്ങളിൽ സത്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്ക് വ്യക്തമായി അറിയില്ല. നീ എല്ലാം മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് ജാനകി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ വന്നു കയറിയ നാൾ മുതൽ നീ നയനയെ പൊക്കി നിന്റെ തലയിൽ വെച്ചുകൊണ്ട് നടന്നത്. അവളുടെ സ്വഭാവം എന്താണെന്ന് എത്ര നാളുകൾക്ക് ശേഷമാണ് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അത് മനസ്സിലായപ്പോഴല്ലേ നീ അവളെ വെറുത്തു തുടങ്ങിയത്. അതുപോലെ തന്നെ നീ ഇനിയും പല കാര്യങ്ങളും വൈകി മാത്രമേ തിരിച്ചറിയൂ. എന്നാൽ എൻ്റെ കാഴ്ചപ്പാടിലും എനിക്ക് തോന്നുന്ന കാര്യം ഏടത്തി പലതും നമ്മുടെ മുമ്പിൽ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയും നാളും നമ്മൾ കണ്ട ഏട്ടത്തി അല്ല ഇപ്പോൾ കാണുന്ന ഏട്ടത്തി. ഏട്ടത്തി നയനയെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഇത് കേട്ടിട്ട് ജാനകി പറയുകയാണ്, നീ എന്താണ് ജലജ ഈ പറയുന്നത്? എനിക്ക് നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ഭൂമിയിൽ നയനയെ ഏറ്റവും അധികം വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഏട്ടത്തിയാണ്. ഒരു കാരണവുമില്ലാതെ ആ ഏട്ടത്തി ഇപ്പോൾ നയനയെ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ അതിന് ഒരു ലോജിക്ക് വേണ്ടേ? ഞാനത് വിശ്വസിക്കില്ല. വേണ്ട ജാനകി, നീ ഇതൊന്നും ഇപ്പോൾ വിശ്വസിക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ നിനക്കതൊക്കെ വിശ്വസിക്കേണ്ടി വരും. എന്തായാലും അനാമിക മോൾ കാണിച്ചത് ഒരു വലിയ തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്വർണമൊന്നും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അനാമിക പറയുകയാണ്, എനിക്ക് ഈ സ്വർണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ധാരാളം സ്വർണങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാണ് ജനിച്ചു വീണത്. അതുകൊണ്ട് ആ സ്വർണമൊക്കെ വലിയമ്മ തന്നെ സൂക്ഷിച്ചു വെച്ചോട്ടെ എന്ന് പറഞ്ഞ് അനാമിക അവിടെ നടന്നു പോവുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ വേണു അനാമികയെ വിളിക്കുകയാണ് വിവരങ്ങൾ അറിയുവാൻ വേണ്ടി. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ അനാമിക അച്ഛനോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് വേണു പറയുകയാണ്, ഒരു വിധത്തിൽ അത് നീ തിരിച്ചു കൊടുത്തു, നന്നായി മോളെ. ഈ മുക്കുപണ്ടങ്ങളൊക്കെ ഇനി എന്തിനാണ് മോള് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ കടങ്ങളൊക്കെ ഏകദേശം നമുക്ക് വീട്ടുവാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആകെ കൂടി നമ്മുടെ മുൻപിൽ ഏകദേശം 5 ലക്ഷം രൂപയുടെ കടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 5 ലക്ഷം രൂപയും കൂടി മോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് സംഘടിപ്പിക്കണം.
അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനന്തപുരിക്കാരെ കൊണ്ട് സ്വത്ത് സമ്പാദിച്ചു തുടങ്ങണം. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, ഇപ്പോൾ 5 ലക്ഷം രൂപയും കൂടി മാത്രമേ നമുക്ക് കടമുള്ളൂ. അപ്പോൾ അനന്തപുരിക്കാരെ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടല്ലോ. ഓർമ്മ വേണം അച്ഛന്, ഇതെല്ലാം ചെയ്തു തന്നത് അച്ഛൻ്റെ മോളാണ്. അതേ മോളെ, അച്ഛൻ ഒരിക്കലും മോളെ മറക്കാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മുൻപിലെ ദൈവം മോള് തന്നെയാണ്. അതുകൊണ്ട് മോള് ഒരു 5 ലക്ഷം രൂപയും കൂടി നേടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ നടത്തണം. അതിനുള്ള സ്വർണം എന്തെങ്കിലും എത്രയും വേഗം മോള് അവിടുന്ന് അടിച്ചു മാറ്റണം. അപ്പോൾ അനാമിക പറയുകയാണ്, സ്വർണത്തിലൊന്നും ഇനിയും ഞാൻ കൈവെക്കില്ല. ഒരു കാര്യം ഞാൻ ചെയ്യാം, അനിയോട് ഞാൻ ചോദിക്കാം. അയ്യോ മോളെ, അനിയോട് നീ 5 ലക്ഷം രൂപയൊക്കെ ചോദിച്ചാൽ എന്തിനാണെന്ന് അവൻ ചോദിക്കില്ലേ? പിന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ നൽകാൻ വേണ്ടി നിൽക്കണ്ടേ? അതൊന്നും ശരിയാവില്ല. അതൊന്നുമില്ലച്ചാ, ഞാൻ അനിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് വാങ്ങിക്കൊള്ളാം. ഇത്രയും പറഞ്ഞിട്ട് അനാമിക ഫോൺ കട്ട് ചെയ്തിട്ട് അനിയുടെ അരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് അനിയോട് പറയുകയാണ്, അതെ അനി, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം. ഏകദേശം 5 ലക്ഷം രൂപ വേണമായിരുന്നു. 5 ലക്ഷം രൂപയോ? എന്തിനാണ് നിനക്കിപ്പോൾ 5 ലക്ഷം രൂപ? ഈ അടുത്ത സമയത്തല്ലേ നീ എൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു വാങ്ങിയത്? അത് അനി, എനിക്ക് നല്ലൊരു ഫോൺ അന്ന് വാങ്ങണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ആ 2 ലക്ഷം രൂപ വാങ്ങിയത്. ഇപ്പോൾ എനിക്ക് മറ്റൊരാവശ്യത്തിന് വേണ്ടി 5 ലക്ഷം രൂപ വേണം. അല്ല, ഞാൻ അനിയുടെ ഭാര്യയല്ലേ? എനിക്ക് പല ആവശ്യങ്ങളുമുണ്ട്. അതൊക്കെ ഞാൻ അനിയോടല്ലാതെ മറ്റാരോടാണ് പറയുകയും ചോദിക്കുകയും ചെയ്യുക? എനിക്ക് തരുന്ന പണത്തിൻ്റെ കണക്കുകളെല്ലാം ഞാൻ കൃത്യമായി അനിയെ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്തിനാണ് ഞാൻ പണം വാങ്ങുന്നത് എന്ന് കൃത്യമായി പറഞ്ഞാൽ മാത്രമേ നീ എനിക്ക് പൈസ തരത്തുള്ളൂ. അതൊന്നും ശരിയായ നടപടിയല്ല നീ. ഞാൻ ചോദിക്കുന്നത് ഔദാര്യമൊന്നുമല്ല, എൻ്റെ അവകാശമാണ്. അനിയുടെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാൻ അനിയോട് പൈസ ചോദിക്കുന്നത്. അനാമികയെ, ദൂർത്തടിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല. ഈ വീട്ടിൽ നിന്നെപ്പോലെ 2 മരുമക്കൾ വന്നിട്ടുണ്ട്. അവരെ നീ കണ്ടുപഠിക്കണം. നവ്യേടത്തി ഇവിടെ വന്ന് കയറിയ സമയത്ത് ഇതുപോലെയൊക്കെ ആയിരുന്നു. കുറച്ച് ദൂർത്തൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ നേരെയായി. അതുപോലെ തന്നെ നയനേടത്തി 1 രൂപ പോലും അവർ ഈ വീട്ടിൽ ദൂർത്തടിച്ച് കളഞ്ഞിട്ടില്ല. ഈ കുടുംബത്തിന് അവർ ലാഭമുണ്ടാക്കിയിട്ടേ ഉള്ളൂ. അനി, ഞാൻ പലയാവർത്തി നിന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് എന്നെ താരതമ്യപ്പെടുത്തരുത് എന്ന്. ഈ വീട്ടിലെ പണം ചിലവഴിക്കുവാനുള്ള യാതൊരു യോഗ്യതയും അവർക്കില്ല. അവർ ഈ വീട്ടിലേക്ക് വന്നു കയറിയത് അങ്ങനെയാണ്. എന്നാൽ ഞാൻ വന്നത് അതുപോലെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ അർഹതയും അവകാശവും അത് അനി മനസ്സിലാക്കിയേ പറ്റൂ. അനാമികയെ, നീ ഇപ്പോൾ സംസാരിക്കുന്നത് അഭി സംസാരിക്കുന്നത് പോലെയാണ്. അവന് പണത്തിൻ്റെ മൂല്യം അറിയില്ല. കഷ്ടപ്പെടുവാൻ അവന് മനസ്സുമില്ല. അവൻ ജനിച്ചു വീണപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയതൊക്കെ ഇവിടുത്തെ സമ്പത്താണ്. അതിനെക്കുറിച്ച് മുത്തശ്ശനോ മുത്തശ്ശിയോ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിക്കാൻ പോലും തയ്യാറായിട്ടില്ല. ഈ അനന്തപുരിയിൽ ഇന്നീ കാണുന്ന സ്വത്ത് മുഴുവനും മുത്തശ്ശൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ്. ആ കഠിനാധ്വാനത്തിൻ്റെ കഥകൾ ഞങ്ങളെ നിരന്തരം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും. അത് കേട്ടാണ് ഞങ്ങൾ വളർന്നത്. അതുകൊണ്ടാണ് ആദർശേട്ടനും ഞാനും ഒന്നും തെമ്മാടികളും ദൂർത്തന്മാരുമാകാതെ ഈ കുടുംബത്തിൻ്റെ സമ്പത്ത് സംരക്ഷിക്കുകയും അതിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ദൂർത്ത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. അതൊന്നും ഇവിടെ പറ്റില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ആകെ കലിപ്പുണ്ട്. അപ്പോൾ നീ എൻ്റെ ആവശ്യങ്ങൾക്കൊന്നും പണം തരില്ലല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയ അനാമിക ചിന്തിക്കുകയാണ്, അച്ഛനോട് കൊടുക്കാം എന്ന് ഞാൻ വാക്കു പറഞ്ഞതാണ്. ആ പണം കൊടുത്തേ പറ്റൂ. അതുകൂടി കൊടുത്താൽ അച്ഛനും അമ്മയും ഒന്ന് സമാധാനത്തോടെ ജീവിച്ചു തുടങ്ങും. അതുകൊണ്ട് പണമുണ്ടാക്കുവാനുള്ള വഴി അന്വേഷിച്ചേ പറ്റൂ. അങ്ങനെയുള്ള ചിന്തയിൽ ഒടുവിൽ അനാമികയുടെ മനസ്സിൽ മോഷണം എന്ന വഴി തെളിഞ്ഞു വരികയാണ്. അതെ, 5 ലക്ഷം രൂപ അനന്തപുരിയിൽ നിന്നും മോഷ്ടിക്കുവാൻ അനാമിക പദ്ധതിയിടുന്നു. എന്തായിരിക്കും ഇനിയിപ്പോൾ അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത്? അനാമികയുടെ തലതിരിഞ്ഞ ബുദ്ധി തന്നെ കെണിയിൽ വീഴ്ത്തുമോ? അനാമികയുടെ മോഷണ ശ്രമം പരാജയപ്പെടുമോ? വരുവാൻ പോകുന്ന ആകാംക്ഷാഭരിതമായ ഒരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വേഗമെത്താം.